അങ്ങനെ ഞങ്ങൾ രണ്ടാമത് യാത്രയായി പോവുകയാണ്. നമ്മളെ സെലു കിച്ചൻ വളപ്പത്തിന്റെ കീഴിൽ ഞങ്ങൾ കയറ്റിയില്ലേ. പിന്നെന്താ എന്റെ ചങ്കള കേട്ടായിരിക്കും ഒറ്റക്ക് പോവോ? ഞങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് ബോട്ട് യാത്ര കിട്ടും. ഐസ്ക്രീം തിന്നാനെ കൂട്ടുന്നു. അവിടെ നിന്നാ പൊളിച്ചാൽ ശരിയാവില്ല. അവിടെ നിന്ന് അപ്പം ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ബോട്ട് യാത്ര 2 ബോട്ടിൽ കയറി, 1 ജങ്കാറിലും കയറി. ഞങ്ങൾ കൈയുടെ പരമാവധി ഇന്നത്തെ ദിവസം നമ്മൾ എൻജോയ് ചെയ്തില്ലേ. സജിത്തുണ്ട്, ഞാൻ ഉണ്ട്, സപ്പോർട്ടുണ്ട്, സെലുണ്ട്. ഞങ്ങൾക്ക് കരിമ്പ് ജ്യൂസാണോ അല്ലേ? ഇത് കരിമ്പ് ജ്യൂസ് കുടിച്ചെന്നാൽ ഞങ്ങൾ നടന്നാലോ? ഞങ്ങൾ കഴിച്ചിട്ട് വരൂലേ? അല്ല തണുപ്പുണ്ടോ? ഇവിടെ ഉണ്ടാവും. ഞാൻ പോരും, നമ്മളാണ് പോകുന്നാല്. ഇവിടെ പാട്ട് വന്നാല് അപ്പം ചാലിയം ബീച്ചിലില്ല തിരക്ക്, ബീച്ചിക്ക് പോണ തിരക്കാട്ടത്. എല്ലാരുമായിട്ട് സെൽഫി എടുത്ത് കേട്ടോ. അപ്പൊ നീ ചാലിയം ബീച്ച് വെച്ച് കാണട്ടോ. ഞങ്ങൾ ചാർജില്ല, ഫോണിന് ചാർജില്ല. ശരി, അതാണ് എല്ലാവരുമായിട്ട് സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഓളെ ഓരോരുത്തർ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓളവിടെ സെൽഫി എടുക്കട്ടെ. നമുക്ക് വേഗം ബീച്ചൊക്കെ എത്തണം. ഭയങ്കര വെയിലുണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. കയറാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് നേരം വെക്കടി. പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് കയറാൻ. നമ്മൾ പെണ്ണുങ്ങൾ ഒറ്റക്കറിഞ്ഞ് ബീച്ചിൽ പോണ ഹാർബർ ഇവിടെ വാ. ബീച്ചിലാണ് പോണത്. ബീച്ച് ഇങ്ങോട്ടാ അങ്ങട്ടല്ലേ? അവിടെ അടിപൊളി ബീച്ചാണ് പോണത്. ഇവിടെ അതില് കയറി തരണല്ലേ? അതല്ല, ഇത് കായലാണ്. വെള്ളമുട്ടായിന്റെ ഫേവററ്റാണ്. ഓ അങ്ങനെ പറഞ്ഞതനുസരിച്ച് ഇതാണ് ഇവിടെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഓളി സപ്പോർട്ട് ചെയ്യണം. ഓളി പറഞ്ഞോ? അല്ല, ഞാൻ അപ്പൊ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? ഓരോ ഫോട്ടോ എടുക്കണങ്ങളെ അപ്പൊ ഞങ്ങൾ ചാലിയം ബീച്ചിലാണ്. ചാലിയം ബീച്ചിൽ ഇങ്ങനെ നമ്മൾ അവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. ലൈറ്റ് ഹൗസിൽ ഞങ്ങൾ പോണില്ല, ഞങ്ങൾക്ക് നേരല്ല. അപ്പൊ സജിത്തതാ വേക്കില് മുന്നേ കയറിക്കോളി എല്ലാരും. ഞങ്ങൾ ബീച്ച് കാണിച്ചു തരാം. എന്താ ബീച്ച്, ചാലിയം ബീച്ച് എന്താണ് കേട്ടോ. ഇവിടെ കണ്ടല്ലേ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടില്ല നമ്മളൊന്ന് അല്ലേ? വൈബായിന് പോരി. ഇത് അതിലിറങ്ങി. ഒരു വട്ടം ഞാനിവിടെ വന്നതാട്ടോ. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ സെലിൻ്റെ കൂടെ അല്ലേ ഇനി അന്ന് ഞങ്ങളെ കൊണ്ടുവരാതെ പോന്നിനിയത്. എന്നാൽ നമ്മൾ നേരെ പോയാലോ? ഹാർബർക്കാട് പോയാലോ? ഓട്ടോറിക്ഷ വെച്ചാണ്ട് പോവാ. ഇവിടെ കുറേയൊക്കെ കണ്ടില്ലേ? ആ പാറ ഞാൻ പറഞ്ഞു. എവിടെയാ പാറ? ആ പാറയടി ഞാൻ പറഞ്ഞേ. ഞാനവിടെ പോയിന്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പോണോ?
ഇതുപോലെ നല്ല ഇപ്പം ഇത്ര തിരക്കുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഇത്ര പറയുമ്പോൾ ഇപ്പം 4 മണിയായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ഇത്ര തിരക്കുള്ളും. വൈകുന്നേരം ആകുമ്പോഴത്തേനും ആളുകളും ഇഷ്ടംപോലെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിലെ വാ. അപ്പോൾ ഇതാണ് മക്കളെ ചാലിയം ബീച്ച്. ചാലിയം ബീച്ചാട്ടത് നല്ല വിജനമായ സ്ഥലമാണ്. സജിത്ത് സെലിയോട് പോന്നിട്ട് ഓളവിടെ നിൽക്കുകയാണ്. നോക്കി നടക്കാൻ വയ്യാറിന്. അപ്പോൾ ഇതാണ് ചാലിയം ബീച്ച്. ഇത് കുട്ടികളൊക്കെ പിന്നെ ഒരുപാട് പാറക്കെട്ടുകളാണ് കാണുന്നത് കേട്ടോ. ആ പാറക്കെട്ടുകളൊക്കെ ഞങ്ങൾ പോണത്. അവിടെയൊക്കെ ഒന്ന് കയറി വെക്കട്ടെ വിചാരിച്ചു. ഞാനൊട്ട് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ സെലിക്ക് ഇവിടെ ഒന്നും കൂടി കാണണം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ്. ബേപ്പൂര് പോകണം, പിന്നെ ചാലിയം ഹാർബറിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പോന്ന്. തിരമാലകൾ യറസുലേ ദാ